കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് നിങ്ങൾ കാട്ടിൽ കയറിയേക്കാണ്. അവിടെ കാട് മാത്രം കാണില്ല, മറ്റെന്തൊക്കെയോ കാണും. ആനയും കടുവയൊന്നും ഞാൻ കുറ്റം പറയില്ല. കാരണം അവർക്ക് തിന്നണം, അവർക്ക് കുടിക്കണം വെള്ളം, അവർക്ക് കുളിക്കാൻ വെള്ളം വേണം, തണുപ്പ് വേണം അവർക്ക്. അതുപോലെ തന്നെ അവർക്ക് എണ്ണം കൂടി കഴിയുമ്പോൾ ജീവിക്കാനായിട്ട് അവരുടെ ആവാസ വ്യവസ്ഥയിൽ കുറവ് വരുമ്പോൾ അതും ഉണ്ടാക്കി കൊടുക്കണം. മൃഗങ്ങളുടെ കുഴപ്പമല്ല, ഈ മൃഗങ്ങളുടെ ഉടമസ്ഥരുടെ കുഴപ്പമാണ്. അവർക്കിതൊന്നും മനസ്സിലാവുന്നില്ല ഒരു പക്ഷേ. അപ്പോൾ നമ്മുടെ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന ആ മൃഗങ്ങളെ നമ്മളൊന്ന് പടക്കമെറിഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ആനയുടെയും കടുവയുടെയും സൈക്കോളജി അടിഞ്ഞു കൊടുത്തേ. സൈക്കോളജി അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ അതിനെ കല്ലെറിയുന്നത്. കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളെ ഉപദ്രവിക്കുന്ന അറിഞ്ഞുകൂടെ? ഞാൻ ചോദിച്ചത്രയേ ഉള്ളൂ. ഈ ആന വീട്ടിലേക്ക് കയറി വരുമ്പോൾ, കടുവ കയറി വരുമ്പോൾ, അല്ല ഞങ്ങളിങ്ങനെ കയ്യും പിരിച്ചു നിൽക്കാൻ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ? നിങ്ങളുടെ സൈക്കോളജി നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പ്രിയപ്പെട്ടവരെ, ഈ ആനയുടെ സൈക്കോളജി, കടുവയുടെയൊക്കെ സൈക്കോളജി ഈ പണ്ഡിതന്മാരെക്കാൾ കൂടുതലായിട്ട് അറിയാവുന്നവരാണ് ഈ വയനാട്ടിലെ കർഷകര്. ആ ജീവികളുമായിട്ട് ഈ അടുത്ത കാലം വരെ ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഈ കാട്ടിലൊക്കെ ധാരാളം ആനകളും കടുവകളും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നെന്തുകൊണ്ട് അവരക്രമകാരികളായി? അതിന്റെ കാരണം മറ്റൊന്നുമല്ല, അവർക്ക് ജീവിക്കാൻ ആവശ്യമായ സ്ഥലങ്ങളില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? കാടിന്റെ നീതി നടപ്പാകും, കയ്യും കൊള്ളവും കാര്യക്കാരനാകും. ശക്തനായ മൃഗം ശക്തരായ അല്ലാത്തവരെ, ബലഹീനരെ പുറത്തേക്ക് പറഞ്ഞുവിടെ കടിച്ചോടിക്കും. ആനയാണെങ്കിൽ കുത്തി ഓടിക്കും. അവർക്ക് പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? വേറെ കാടില്ലവർക്ക് പോകാനുള്ള നാട്ടിൽ മാത്രമേ ഉള്ളൂ. അവർ വരും. അപ്പോൾ അവര് വരുമ്പോൾ നമ്മൾ അവരെ ഓടിക്കരുത്. കാരണം ആനയുടെ സൈക്കോളജി എങ്ങനെയാണത്രേ. നമ്മള് ഓടിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമാണ്. അവർ നമ്മളെ കാണുന്നിടത്ത് വെച്ച് കൊല്ലും. ഓടിക്കുന്നവനെ കിട്ടിയില്ലെങ്കിൽ കാണുന്നവനെ പിടിക്കുമെന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നതല്ല, ഫേസ്ബുക്കിലൊക്കെ വരെ പണ്ഡിതന്മാര് എഴുതുന്നതാണ്. അപ്പോൾ ഒരു വീഡിയോ കണ്ട് അവിടെ പറയുന്നത് എന്താണെന്നറിയോ? ഈ പറയുന്ന അജീഷിന്റെ കൊലപാതകത്തിന് ഉത്തരവാദി ആന ഇങ്ങനെ ചീറിയെടുക്കുകയാണ് വീട്ടിലേക്ക്. കുഞ്ഞുങ്ങളും അമ്മയും ഒക്കെ ഇരുന്ന് കരയുകയാണ്, നിലവിളിക്കുകയാണ്. ആരും ഒരാൾ കല്ലെറിയുന്നുണ്ടത്രേ. അതാണ് ആന വരാൻ കാരണം. മനസ്സിലായില്ലേ ആനയുടെ സൈക്കോളജി എന്താണെന്നുള്ളത്? അപ്പോഴതാണ്. എന്നിട്ട് പറയുന്നത് ഒരു 1/2 സെക്കൻഡ് നേരത്തേക്കേ ഉള്ളൂ. എനിക്ക് അയച്ചു തന്നൊരു കേരളത്തിൽ നിന്ന് ഒരാളാണത്രേ. ആരായിരിക്കാം ഇവരൊക്കെ? ഞാൻ പറയാൻ നിങ്ങൾക്കറിയാം. ഇതിന്റെ എല്ലാം പിന്നിൽ വലിയ ശക്തികളുണ്ട്. ഈ ശക്തികൾ കൊടുക്കുന്ന പണമാണ് അവരുടെയൊക്കെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളിവിടെയെങ്കിലും എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനം കൊണ്ടുവരുമ്പോഴത്തേക്കും അതിനെല്ലാം തരംഗം വയ്ക്കുന്ന ശക്തികള് നമ്മുടെയൊക്കെ പിന്നിലുണ്ട് എന്ന് മനസ്സിലാക്കുക. ഈ ഭൂമി ലോക പൈതൃക പ്രദേശമാക്കിയതാണ്. ഇവിടുത്തെ കാടുകള് ഒറ്റക്കാട്, ഇടമറിയാത്ത കാടുകളാക്കണം എന്നുള്ള വ്യവസ്ഥയുണ്ട്. 4/1 കാട് 3/1 വ്യവസ്ഥ എഴുതി കൊടുത്തിട്ടുണ്ട്. ഈ വ്യവസ്ഥകൾ എഴുതി കൊടുത്ത ആരാണ്? നമ്മളാരുമല്ല. ഇവിടുത്തെ ഗ്രാമസഭകൾ ചേർന്ന് ഈ ഗ്രാമവാസികളോടെല്ലാം അന്വേഷിച്ച് അവരുടെ അനുവാദം കിട്ടിയ ശേഷം മാത്രമേ അങ്ങനെ കൊടുക്കാവൂ എന്ന് പറഞ്ഞിട്ട് അതൊന്നും ചെയ്യാതെ സ്വന്തം ഇഷ്ടത്താൽ ചെയ്തതിനെയെല്ലാം ലോക പൈതൃക പ്രദേശമാക്കിയതാണ്. എന്നിട്ട് നമ്മളിലേക്ക് വന്ന കാട് അത് ഇടമറിഞ്ഞു പോയത്രേ. അതിനെ നമ്മൾ യോജിപ്പിച്ചു കൊടുക്കണം. എങ്ങനെയാണെന്നല്ലേ? ഇറങ്ങി പോകണം. ഒരു പൈസ പോലും തരില്ല. ഞാൻ ആ മന്ത്രിമാരോട് പറഞ്ഞാണ്, നിങ്ങളൊരു കാര്യം ചെയ്യണം. എന്ത് ചെയ്യണം? ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈ എറണാകുളത്തൊക്കെ എന്താണ് ചെയ്യുന്നത്? വികസന പ്രവർത്തനം. ഇന്ന് മെട്രോ വരുന്നു. ഒരു സെന്റ് ഭൂമിക്ക് അവര് അന്ന് അവിടുത്തെ മാർക്കറ്റ് വിലയുടെ ഇരട്ടി തരും. 2 കല്ലെടുത്ത് വെച്ചിട്ട് ചെറിയ മതിലുണ്ടെങ്കിൽ അതിനവര് നല്ല വില തരും. അപ്പോഴാളുകൾ തനിയിറങ്ങി പൊക്കോളും. വേണമെങ്കിൽ ഇതെന്താണ് കൊടുക്കുന്നത്? 15 ലക്ഷം രൂപ കൊടുക്കും. ഈ 15 ലക്ഷം രൂപ എന്ത് ചെയ്യാനാണ് പ്രിയമുള്ളവരെ? ഞാൻ നീട്ടുന്നില്ല. ഇതൊക്കെയാണ് ഇതിന്റെ പ്രശ്നങ്ങൾ. അതുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി നിന്നില്ലെങ്കിൽ നമ്മുടെ അതിജീവനം ഇനി സാധ്യമല്ല എന്ന് തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ തുറന്നു പറയണം. അടുത്ത ഇലക്ഷൻ വരുമ്പോൾ എന്ത് പറയണം? നിങ്ങളുടെ പ്രകടന പത്രികയിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ പറയുന്ന ഡിമാൻഡുകൾ ഉൾപ്പെടുത്താൻ കഴിയുമോ? അങ്ങനെ ഏത് പാർട്ടി ഉൾപ്പെടുത്തുന്നുവോ അവർക്ക് മാത്രമേ ഞങ്ങൾ വോട്ട് ചെയ്യുകയുള്ളൂ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളായും പറയണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഉൾപ്പെടുത്തിയാൽ മാത്രം പോരാ. 6 മാസം കഴിയുമ്പോൾ നമ്മളൊരു ഓഡിറ്റ് നടത്തണം. എന്ത് ഓഡിറ്റ്? ഞങ്ങൾ പറഞ്ഞൊക്കെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ? നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടോ? ജനാധിപത്യത്തിന് കൊടുക്കേണ്ട വിലയെന്ന് പറയുന്നത് നമ്മുടെ നിതാന്ത ജാഗ്രതയാണ്. ഇത് രാജഭരണമല്ല, പ്രജാഭരണമല്ല, പ്രജകളുടെ ഉന്നതിയൊന്നുമല്ല. അത് രാജാവിന്റെ കാര്യം അങ്ങനെയായിരിക്കാം. പക്ഷേ ജനാധിപത്യത്തിൽ വോട്ടിനാണ് ശക്തി. ജനാധിപത്യത്തിൽ കരയുന്നവനെ പാരുള്ളൂ. ജനാധിപത്യത്തിൽ നിതാന്ത ജാഗ്രതയുള്ളവന് മാത്രമേ കാര്യങ്ങൾ നേടിയെടുക്കാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അജ്മി ഫ്രഷ് മെയ്ഡ് റോസ്റ്റഡ് റവ വെയിറ്റ് ലോസിന് ഒരു കാരണം. സ്വർണം മണപ്പുറം ലോക്കറിൽ വെക്കൂ. നിങ്ങളും അങ്ങനെ സ്മാർട്ട് ആകൂ.
എവിടെയും എപ്പോഴും സ്മാർട്ട് ആകൂ. മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ സ്മാർട്ടാണ്.